സൈക്കോളജി ഓഫ് മണി പാർട്ട് 2. പണമുണ്ടാക്കാനുള്ള സൈക്കോളജിയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? പണമുണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ടെയിൽ ഇവന്റുകളെക്കുറിച്ചുമായിരുന്നു. അത് കാണാത്തവർ സൈക്കോളജി ഓഫ് മണിയുടെ ഒന്നാം എപ്പിസോഡ് കണ്ട ശേഷം ഇത് കാണുക. വീഡിയോയുടെ പ്ലേലിസ്റ്റ് പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മോർഗൻ ഹൗസലിന്റെ സൈക്കോളജി ഓഫ് മണിയിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ പണത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ആശയങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഒരു നിമിഷം ചിന്തിക്കൂ, പണം കൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഡംബരം എന്താണ്? ഒരു വലിയ കൊട്ടാരമാണോ? ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്പോർട്സ് കാറാണോ? അതോ മറ്റെന്തെങ്കിലുമാണോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? ഉത്തരം എഴുതി വയ്ക്കുക. എന്നിട്ട് മോർഗൻ ഹൗസൽ പറയുന്ന ഉത്തരത്തിനു വേണ്ടി വീഡിയോ തുടർന്ന് കാണുക. ഉത്തരം ഒരു പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇനി മറ്റൊരു കാര്യം, നിങ്ങളൊരു പുതിയ വില കൂടിയ കാർ വാങ്ങി അതിൽ യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളെയാണോ ശ്രദ്ധിക്കുന്നത്, അതോ നിങ്ങളുടെ കാറിനെയാണോ? അവർ എന്തായിരിക്കും മനസ്സിൽ വിചാരിക്കുക? ഇതുപോലൊരു പാരഡോക്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടി. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പുറമേ കാണുന്നതാണോ അത്? അതോ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലുമാണോ? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ പണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ നവീകരിക്കാൻ സഹായിക്കും. ചാപ്റ്റർ 7, ഫ്രീഡം. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഡംബരം എന്താണെന്ന ചോദ്യത്തിന് മോർഗൻ ഹൗസൽ നൽകുന്ന ഉത്തരം ഇതാണ്: നിങ്ങളുടെ സമയത്തിനു മേലുള്ള നിയന്ത്രണം. കൺട്രോൾ ഓവർ യുവർ ടൈം, അഥവാ സ്വാതന്ത്ര്യം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു വലിയ വീടോ വില കൂടിയ കാറോ ആഭരണങ്ങളോ അല്ല, മറിച്ച് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഇന്ന് ഇഷ്ടമുള്ളത് ചെയ്യാൻ സമയമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയുണ്ടല്ലോ. അതാണ് പണം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരുടെ കൂടെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. അതാണ് യഥാർത്ഥ ആഡംബരം. എന്തുകൊണ്ടാണ് സമയത്തിന്മേലുള്ള നിയന്ത്രണം ഇത്ര പ്രധാനമാകുന്നത്? കാരണം മനുഷ്യന്റെ സന്തോഷത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ നിയന്ത്രണബോധമാണ്. സെൻസ് ഓഫ് ഓട്ടോണോമി. ഉയർന്ന ശമ്പളമുണ്ടെങ്കിലും നിങ്ങൾക്ക് തീരെ സമയം കിട്ടാത്ത, എപ്പോഴും മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു ജോലി നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകുമോ? സാധ്യതയില്ല. ഒരു നിശ്ചിത വരുമാന നിലവാരം കഴിഞ്ഞാൽ കൂടുതൽ പണമുണ്ടാക്കുന്നത് നമ്മുടെ സന്തോഷത്തെ കാര്യമായി വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പല പഠനങ്ങളും പറയുന്നു. എന്നാൽ നമ്മുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണം കൂടുന്നതനുസരിച്ച് നമ്മുടെ സന്തോഷവും കൂടും എന്നാണ് പറയുന്നത്. രാവിലെ അലാറം വയ്ക്കാതെ എഴുന്നേൽക്കാൻ കഴിയുന്നത്, തിരക്കിട്ട് ഓഫീസിലേക്ക് ഓടേണ്ടി വരാത്തത്, ഇഷ്ടമുള്ളപ്പോൾ ഒരു യാത്ര പോകാൻ കഴിയുന്നത്, കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നത്, ഇഷ്ടമുള്ള ഹോബികൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാമെങ്കിലും ജീവിത നിലവാരത്തെയും സന്തോഷത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കേവലം കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക എന്നതിലുപരി നമ്മുടെ സമയത്തിന്മേൽ കൂടുതൽ നിയന്ത്രണം നേടുക എന്നതിലേക്ക് മാറ്റുക. മതിയായ സമ്പാദ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയിൽ നിന്ന് മാറാൻ ധൈര്യം വരും. അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് പണം സമ്പാദിക്കുമ്പോൾ ചിന്തിക്കുക, ഈ പണം എനിക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്? എന്റെ സമയത്തെ തിരിച്ചു വാങ്ങാൻ ഇത് എന്നെ എങ്ങനെ സഹായിക്കുന്നുണ്ട്? കാരണം പണം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം ആ സ്വാതന്ത്ര്യമാണ്. ചാപ്റ്റർ 8, മാൻ ഇൻ ദ കാർ പാരഡോക്സ്. പലപ്പോഴും നമ്മൾ പണം ചെലവഴിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയും ബഹുമാനവും നേടാനാണ്, അല്ലേ? ഒരു പുതിയ ആഡംബര കാർ വാങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ നോക്കി "ഓ, ഇയാൾ വലിയ ആളാണല്ലോ" എന്ന് ചിന്തിക്കണമെന്നാണ്. എന്നാൽ ഇവിടെയാണ് മോർഗൻ ഹൗസൽ ചൂണ്ടിക്കാണിക്കുന്ന മാൻ ഇൻ ദ കാർ പാരഡോക്സ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബഹുമാനം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. എന്താണ് ആ പാരഡോക്സ്? നിങ്ങൾ ഒരു ഫെറാറി കാറിൽ പോകുന്നത് കാണുമ്പോൾ റോഡിലുള്ള മറ്റൊരാൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കില്ല. അയാൾ ചിന്തിക്കുന്നത് ആ കാറിനെ കുറിച്ചായിരിക്കും. അയാൾ മനസ്സിൽ പറയുന്നുണ്ടാകും, "എന്ത് നല്ല കാർ, എനിക്കിതുപോലൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ എന്നെ ബഹുമാനിച്ചേനെ." അതായത് അയാൾ നിങ്ങളുടെ കാറിനെ ശ്രദ്ധിക്കുന്നു, പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അയാൾ ആ കാർ ഉപയോഗിച്ച് സ്വന്തം ഭാവനയിൽ ആളുകളുടെ ബഹുമാനം പിടിച്ചുപറ്റുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്നായിരുന്നു, പക്ഷേ അവർ ആഗ്രഹിച്ചത് നിങ്ങളുടെ വസ്തുവിനെയാണ്. എന്നിട്ട് ആ വസ്തു തങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊരു വിരോധാഭാസമാണ്. നമ്മൾ മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ
വസ്തുക്കൾ വാങ്ങുന്നു. എന്നാൽ മറ്റുള്ളവർ ആ വസ്തുക്കൾ കാണുമ്പോൾ നമ്മളെ മറന്ന് ആ വസ്തുക്കളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ പലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നേയില്ല. അവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വസ്തുക്കളെയാണ്, അതും സ്വന്തം ആഗ്രഹങ്ങളുടെ കണ്ണാടിയിലൂടെ. ഇതിന്റെ പാഠം എന്താണ്? വില കൂടിയ വസ്തുക്കൾ വാങ്ങുന്നത് മറ്റുള്ളവരുടെ ബഹുമാനം നേടാനുള്ള എളുപ്പവഴിയാണ് എന്ന് കരുതരുത്. യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ്. നിങ്ങളുടെ വിനയം, ദയ, അറിവ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇവയാണ് ആളുകൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വസ്തുക്കൾ വാങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതെനിക്ക് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നുണ്ടോ, എന്റെ ജീവിതത്തിന് ഇതാവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും ആവശ്യത്തിനും വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ചാപ്റ്റർ 9 വെൽത്ത് ഈസ് വാട്ട് യു ഡോണ്ട് സീ. നമ്മൾ പലപ്പോഴും ഒരാളുടെ സമ്പത്ത് അളക്കുന്നത് അയാൾ ഉപയോഗിക്കുന്ന കാർ, താമസിക്കുന്ന വീട്, ധരിക്കുന്ന വസ്ത്രം എന്നിവ നോക്കിയാണ്. ഒരാൾ ആഡംബര ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയും അയാൾ വലിയ പണക്കാരനാണ് എന്ന്. എന്നാൽ മോർഗൻ ഹൗസൽ പറയുന്നു, യഥാർത്ഥ സമ്പത്ത് നമ്മൾ കാണുന്നതല്ല, മറിച്ച് നമ്മൾ കാണാത്തതാണ്. വെൽത്ത് ഈസ് വാട്ട് യു ഡോണ്ട് സീ. എന്താണ് ആ കാണാത്ത സമ്പത്ത്? അത് നിങ്ങൾ ചെലവഴിക്കാത്ത പണമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ, മ്യൂച്വൽ ഫണ്ടുകളിൽ, ഓഹരികളിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള, എന്നാൽ പുറമേക്ക് ആരും കാണാത്ത പണം. അതാണ് യഥാർത്ഥ സമ്പത്ത്. ഒരാൾ 1 കോടി രൂപയുടെ കാർ ഓടിക്കുന്നുണ്ടാകാം. അയാൾ റിച്ച് ആണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ആ കാർ വാങ്ങാൻ അയാൾ ലോൺ എടുത്തിരിക്കാം. അല്ലെങ്കിൽ അയാളുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം അതിനായി ചിലവഴിച്ചിരിക്കാം. അയാളുടെ യഥാർത്ഥ വെൽത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ കുറവായിരിക്കാം. എന്നാൽ സാധാരണ ഒരു കാർ ഓടിക്കുന്ന, ലളിതമായി ജീവിക്കുന്ന ഒരാൾ തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം വർഷങ്ങളായി നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പുറമേക്ക് അയാൾ റിച്ചായി തോന്നില്ലായിരിക്കാം. പക്ഷെ അയാൾക്ക് വലിയൊരു വെൽത്തുണ്ടാകാം. സമ്പന്നനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണം കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. യഥാർത്ഥ സമ്പത്ത് എന്നത് ആരും കാണാതെ വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നിക്ഷേപങ്ങളാണ്. അതിന്റെ ഗുണമെന്താണ്? അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടാൽ, ഒരു അസുഖം വന്നാൽ, പുതിയൊരു അവസരം വന്നാൽ ഈ കാണാത്ത സമ്പത്ത് നിങ്ങൾക്ക് തുണയാകും. നിങ്ങളുടെ സമയത്തിന്മേൽ അത് നിങ്ങൾക്ക് നിയന്ത്രണം നൽകും. പാഠം: പുറമേക്ക് റിച്ചായി കാണിക്കാൻ ശ്രമിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ വെൽത്തിയാകാൻ ശ്രമിക്കുക. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കഴിയുന്നത്ര മിച്ചം പിടിച്ച് അത് വിവേകപൂർവം നിക്ഷേപിക്കുക എന്നതാണ്. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ സുരക്ഷിതത്വം നിർണ്ണയിക്കുന്നത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ എത്ര മിച്ചം പിടിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നതിലല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസിലാണ് യഥാർത്ഥ കരുത്ത്. ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറാണ്. മണിടെക് മീഡിയ, മണിടെക് അക്കാദമി എന്ന സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. പേഴ്സണൽ മെന്ററിംഗ്, കോർപ്പറേറ്റ് ട്രെയിനിംഗ് തുടങ്ങിയവ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7907536093. ചാപ്റ്റർ 10 സേവ് മണി. എന്തിനാണ് പണം സേവ് ചെയ്യുന്നത് അഥവാ മിച്ചം വയ്ക്കുന്നത്? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാകാം. ഒരു വീട് വാങ്ങാൻ, കാർ വാങ്ങാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, റിട്ടയർമെന്റിന്. ഇവയെല്ലാം നല്ല ലക്ഷ്യങ്ങളാണ്. എന്നാൽ മോർഗൻ ഹൗസൽ പറയുന്നൊരു പ്രധാന കാര്യം ഇതാണ്: ഒരു പ്രത്യേക കാരണമില്ലാതെയും നിങ്ങൾ പണം മിച്ചം വയ്ക്കണം. യു ഷുഡ് സേവ് മണി ഈവൻ വിതൗട്ട് എ സ്പെസിഫിക് റീസൺ. സമ്പാദിക്കുക എന്നത് തന്നെ ഒരു ലക്ഷ്യമായി കാണണം. എന്തിനെങ്കിലും വേണ്ടിയുള്ള സമ്പാദ്യം എന്നതിലുപരി സമ്പാദ്യം അതിൽ തന്നെ ഒരു മൂല്യമാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെയും സമ്പാദിക്കേണ്ടത്? കാരണം ജീവിതം അപ്രതീക്ഷിതമാണ്. നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഒരു ജോലി നഷ്ടം, ഒരു അസുഖം, ഒരു സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വരുന്ന ഒരു വലിയ അവസരം, ഇവയെല്ലാം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്നത് നിങ്ങളുടെ ഈ കാരണമില്ലാത്ത സമ്പാദ്യമാണ്. അത് നിങ്ങൾക്ക് നൽകുന്നത് എന്താണെന്നോ? ഫ്ലെക്സിബിലിറ്റി, സ്വാതന്ത്ര്യം, മാനസിക സമാധാനം തുടങ്ങിയവയാണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി? ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ്. ഇഷ്ടമില്ലാത്ത ജോലിയിൽ നിന്ന് മാറാനോ പുതിയൊരു സംരംഭം തുടങ്ങാനോ ഒരു ഇടവേള എടുക്കാനോ ഈ സമ്പാദ്യം നിങ്ങളെ സഹായിക്കും. സ്വാതന്ത്ര്യം, നിങ്ങളുടെ സമയത്തിന്മേലും ജീവിതത്തിന്മേലുമുള്ള നിയന്ത്രണം.
പണം ആവശ്യത്തിന് കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. മാനസിക സമാധാനം. അപ്രതീക്ഷിത ചെലവുകളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടാതെ ജീവിക്കാൻ ഈ കരുതൽ ധനം നിങ്ങളെ സഹായിക്കും. മോർഗൻ ഹൗസൽ സമ്പാദ്യത്തെ നിർവചിക്കുന്നത് രസകരമായിട്ടാണ്. സേവിംഗ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ ഈഗോ ആൻഡ് യുവർ ഇൻകം. നിങ്ങളുടെ വരുമാനം എത്രയായാലും അതിലൊരു ഭാഗം അഹന്തയ്ക്കും ആഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കാതെ മാറ്റിവെക്കാനുള്ള കഴിവാണ് സമ്പാദ്യം. ഇവിടെ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സേവിങ്സ് റേറ്റ് ആണ്. അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം നിങ്ങൾ മിച്ചം വയ്ക്കുന്നു എന്നത്. നിങ്ങളുടെ വരുമാനം കൂട്ടുന്നതിനോ നിക്ഷേപത്തിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കുന്നതിനോ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ നിങ്ങളുടെ സേവിങ്സ് റേറ്റ് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒന്നാണ്. അത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കണം. സമ്പാദ്യം എന്നത് ഭാവിയിലെ എന്തോ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ത്യാഗമായി കാണാതെ ഇന്നത്തെ നിങ്ങളുടെ സമാധാനത്തിനും നാളത്തെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള നിക്ഷേപമായി കാണുക. ഒരു ലക്ഷ്യവുമില്ലെങ്കിലും വരുമാനത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായും മിച്ചം വയ്ക്കുക. ചാപ്റ്റർ 11. റീസണബിൾ ഈസ് ഗ്രേറ്റർ ദാൻ റാഷണൽ. യുക്തിസഹത്തേക്കാൾ പ്രധാനം പ്രായോഗിക ബുദ്ധിയാണ്. നമ്മൾ പണം മിച്ചം വെക്കേണ്ടതിന്റെ പ്രാധാന്യം കണ്ടു. ഇനി സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്നതിലേക്ക്. സാധാരണയായി നമ്മൾ കേൾക്കുന്നത് കണക്കുകൾ നോക്കി ലാഭനഷ്ടങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് ഏറ്റവും യുക്തിസഹമായ തീരുമാനം എടുക്കണമെന്നാണ്. ഒരു സ്പ്രെഡ്ഷീറ്റ് പറയുന്നത് പോലെ വികാരങ്ങൾക്ക് സ്ഥാനമില്ലാതെ തീരുമാനമെടുക്കണമെന്ന്. എന്നാൽ മോർഗൻ ഹൗസൽ പറയുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും കണിശമായി റാഷണൽ ആകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി റീസണബിൾ അഥവാ പ്രായോഗിക ബുദ്ധിയോടെ പെരുമാറുന്നതാണ്. എന്താണ് റാഷണലും റീസണബിളും തമ്മിലുള്ള വ്യത്യാസം? റാഷണൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം നൽകുന്ന തീരുമാനം. വികാരങ്ങൾക്കോ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ സ്ഥാനമില്ല. റീസണബിൾ കണക്കുകൾ പരിഗണിക്കുമെങ്കിലും അതോടൊപ്പം നമ്മുടെ മാനസികാവസ്ഥ, സമാധാനം, തെറ്റുപറ്റാനുള്ള സാധ്യത, ദീർഘകാലം ആ തീരുമാനവുമായി മുന്നോട്ടു പോകാനുള്ള നമ്മുടെ കഴിവ് എന്നിവ കൂടി പരിഗണിച്ചുള്ള തീരുമാനം. നമ്മൾ മനുഷ്യരാണ്, അല്ലാതെ കണക്ക് കൂട്ടുന്ന യന്ത്രങ്ങളല്ല. നമുക്ക് വികാരങ്ങളുണ്ട്, പേടികളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് കടലാസിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു റേഷണൽ പ്ലാൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെന്താണ് പ്രയോജനം? ഉദാഹരണത്തിന്, ഒരു നിക്ഷേപം സൈദ്ധാന്തികമായി ഏറ്റവും കൂടുതൽ ലാഭം തരുമെങ്കിലും അതിലെ വലിയ ചാഞ്ചാട്ടങ്ങൾ അഥവാ വോളറ്റൈലിറ്റി നിങ്ങൾക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു നല്ല തീരുമാനമല്ല. അതിനേക്കാൾ കുറഞ്ഞ ലാഭം തരുന്ന എന്നാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ തുടരാൻ കഴിയുന്ന ഒരു നിക്ഷേപം തിരഞ്ഞെടുക്കുന്നതാണ് റീസണബിൾ. കണക്ക് പ്രകാരം കുറഞ്ഞ പലിശയുള്ള ഭവന വായ്പ തിരിച്ചടയ്ക്കാതെ ആ പണം കൂടുതൽ ലാഭം കിട്ടുന്ന മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതാണ് റേഷണൽ. എന്നാൽ കടമെന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ വായ്പ നേരത്തെ അടച്ചു തീർത്ത് മനസ്സമാധാനം തേടുന്നത് റീസണബിളാണ്. നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾ കടലാസിൽ മാത്രം ശരിയായാൽ പോരാ, നമ്മുടെ ജീവിതത്തിലും അത് പ്രായോഗികമായിരിക്കണം. ദീർഘകാലം നമുക്ക് ഒരു പ്ലാനുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയണമെങ്കിൽ അത് റീസണബിൾ ആയിരിക്കണം. പാഠം: സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിക്കും കൂടി ചെവി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നതും നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്നതും നിങ്ങൾക്ക് രാത്രി സമാധാനമായി ഉറങ്ങാൻ അവസരം നൽകുന്നതുമായ വഴികൾ തിരഞ്ഞെടുക്കുക. സൈദ്ധാന്തികമായ പൂർണ്ണതയ്ക്ക് പിന്നാലെ പോകാതെ പ്രായോഗികമായ സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുക. ചാപ്റ്റർ 12. സർപ്രൈസ്. അപ്രതീക്ഷിതമായത് സംഭവിക്കും. നമ്മൾ സമ്പാദ്യത്തെക്കുറിച്ചും പ്രായോഗിക തീരുമാനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇവ രണ്ടും കൂടുതൽ പ്രധാനമാകുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. പലരും കരുതുന്നത് കഴിഞ്ഞ കാലത്തെ ഓഹരി വിപണിയുടെ കണക്കുകൾ നോക്കിയാൽ അല്ലെങ്കിൽ മുൻ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് പഠിച്ചാൽ ഭാവിയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ചിത്രം ലഭിക്കുമെന്നാണ്. ചിത്രം ആവർത്തിക്കുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഭാവിയെ പ്രവചിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മോർഗൻ ഹൗസൽ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: ചരിത്രം ഭാവിയുടെ വഴികാട്ടിയാണെങ്കിലും അത് പൂർണ്ണമായ ഒരു ഭൂപടമല്ല. ഭാവി എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തും. ദ ഫ്യൂച്ചർ വിൽ ഓൾവേസ് സർപ്രൈസ് അസ്. എന്തുകൊണ്ടാണ് ചരിത്രത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാകുന്നത്? കാരണം ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യ മാറുന്നു, രാഷ്ട്രീയം മാറുന്നു, സമൂഹം മാറുന്നു, കാലാവസ്ഥ മാറുന്നു. മുൻപ് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം. കോവിഡ് മഹാമാരി പോലെ, 2008 സാമ്പത്തിക മാന്ദ്യം പോലെ, ഇന്റർനെറ്റിന്റെ വരവ് പോലെ. ചരിത്രത്തിലെ ഒരു ഡാറ്റാ പോയിന്റിലും ഇവയൊന്നും മുൻകൂട്ടി കാണാൻ കഴിയുമായിരുന്നില്ല. ഓരോ കാലഘട്ടവും അതിൻ്റെതായ
പുതിയ വെല്ലുവിളികളും അവസരങ്ങളുമാണ് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 50 വർഷത്തെ ഡാറ്റ വെച്ച് അടുത്ത 50 വർഷം ഇങ്ങനെയായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഉറപ്പിക്കുന്നത് അമിതമായ ആത്മവിശ്വാസമാകാം. ഈ സർപ്രൈസുകൾ നമ്മൾ മുൻപ് ചർച്ച ചെയ്ത പല ആശയങ്ങളെയും കൂടുതൽ പ്രസക്തമാക്കുന്നു. മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നതുകൊണ്ടാണ് നമുക്കെപ്പോഴും ഒരു കരുതൽ വേണ്ടത്. സമ്പാദ്യം, സേവിങ്സ്. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞത് ഈ അപ്രതീക്ഷിത സംഭവങ്ങളെ നേരിടുന്നതിനാണ്. വിനയം. ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നതിൽ നമുക്ക് പരിമിതികളുണ്ടെന്ന് തിരിച്ചറിയുക. ടെയിൽ ഇവന്റ്സ്. അപൂർവവും എന്നാൽ ശക്തവുമായ സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാകാം. ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ തയ്യാറെടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക പ്ലാനുകളിൽ ഈ അനിശ്ചിതത്വത്തെ ഉൾക്കൊള്ളുക. എല്ലാ പണവും ഒരേ തന്ത്രത്തിൽ നിക്ഷേപിക്കാതെ വൈവിധ്യവൽക്കരിക്കുക. എപ്പോഴും ഒരു പ്ലാൻ ബി മനസ്സിലുണ്ടായിരിക്കുക. അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക. ചാപ്റ്റർ 13. റൂം ഫോർ എറർ. തെറ്റുപറ്റിയാലും പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം എന്താണ്? അതാണ് റൂം ഫോർ എറർ, അഥവാ തെറ്റുപറ്റാനുള്ള ഒരിടം. അതിനെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പ്ലാനുകളിൽ, കണക്കുകൂട്ടലുകളിൽ അല്പം വിടവ് നൽകുക. എല്ലാം ശുഭകരമായി തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ ചിലതൊക്കെ പാളിപ്പോകാനും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് അതിനൊരു കരുതലെടുക്കുക. എന്താണ് റൂം ഫോർ എറർ? എന്തിനു വേണ്ടിയാണ്? എന്തൊക്കെയാണ് ഈ റൂം ഫോർ എററിന്റെ ഉദാഹരണങ്ങൾ? നിങ്ങൾ കരുതുന്നതിനേക്കാൾ അല്പം കൂടുതൽ പണം എമർജൻസി ഫണ്ടായി സൂക്ഷിക്കുന്നത്, നിങ്ങളുടെ വരുമാനം വെച്ച് താങ്ങാൻ പറ്റുന്നതിലും കുറഞ്ഞ തുകയ്ക്ക് ലോൺ എടുക്കുന്നത്, നിങ്ങളുടെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും ഓഹരികളിൽ ഇടാതെ കുറച്ച് ഭാഗം കടപ്പത്രങ്ങളിലോ സുരക്ഷിത മാർഗങ്ങളിലോ നിക്ഷേപിക്കുന്നത്, ഒരു വരുമാന മാർഗത്തെ മാത്രം ആശ്രയിക്കാതെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് അവ. എന്തിനാണ് ഈ കരുതൽ? കാരണം ഇത് നിങ്ങളുടെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചെറിയ പിഴവുകൾ പറ്റിയാലും വിപണിയിൽ താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടായാലും ഈ ബഫർ സോൺ നിങ്ങളെ കളിയിൽ നിന്ന് പുറത്താകാതെ സംരക്ഷിക്കും. ഇത് നിങ്ങളെ ദീർഘകാലം നിക്ഷേപം തുടരാൻ സഹായിക്കും. അങ്ങനെ കൂട്ടുപലിശയുടെ ഗുണം നേടാനും അനുകൂലമായ അപ്രതീക്ഷിത സംഭവങ്ങളുടെ പ്രയോജനം ലഭിക്കാനും സാധ്യതയൊരുക്കും. റൂം ഫോർ എറർ നൽകുന്നത് അശുഭാപ്തി വിശ്വാസമല്ല, മറിച്ച് യാഥാർത്ഥ്യ ബോധമാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് പരിമിതികളുണ്ട് എന്നും ലോകം എപ്പോഴും പ്രവചനാതീതമാണെന്നും അംഗീകരിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാറിൽ സ്പെയർ ടയർ കരുതുന്നത് പോലെയാണത്. ടയർ പഞ്ചറാകാമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ല, പക്ഷേ അഥവാ പഞ്ചറായാൽ യാത്ര മുടങ്ങാതിരിക്കാനാണ്. നിങ്ങളുടെ സാമ്പത്തിക പ്ലാനുകൾ അല്പം അയവുള്ളതാക്കുക. കണക്കുകൾ കൃത്യമായി പാലിക്കുന്നതിനപ്പുറം അപ്രതീക്ഷിതമായതിനെ നേരിടാൻ ഒരു കരുതൽ എപ്പോഴും നൽകുക. ഈ റൂം ഫോർ എറർ ആണ് പലപ്പോഴും വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം നിർണ്ണയിക്കുന്നത്. ചാപ്റ്റർ 14. നിങ്ങൾ മാറും. നമ്മൾ പ്ലാനുകളിൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു. ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കാലക്രമേണ നമ്മൾ ഓരോരുത്തരും മാറുമെന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ 10-20 വർഷങ്ങൾക്ക് ശേഷം അവ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മോർഗൻ ഹോസൽ പറയുന്നു, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ നടത്തുന്ന പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും എങ്ങനെ മാറുമെന്ന കാര്യത്തിൽ. പീപ്പിൾ ആർ പുവർ ഫോർകാസ്റ്റേഴ്സ് ഓഫ് ദെയർ ഫ്യൂച്ചർ സെൽഫ്സ്. പലപ്പോഴും നമ്മൾ എൻഡ് ഓഫ് ഹിസ്റ്ററി ഇല്യൂഷൻ എന്നൊരു ചിന്താഗതിക്ക് അടിമപ്പെടാറുണ്ട്. അതായത് കഴിഞ്ഞ കാലത്ത് നമ്മൾ ഒരുപാട് മാറിയെന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്നും നമുക്കറിയാം. എന്നാൽ ഭാവിയിൽ നമ്മൾ കാര്യമായിട്ടൊന്നും മാറില്ല. ഇന്നത്തെ നമ്മൾ തന്നെയാണ് നാളത്തെയും നമ്മളെന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ അത് തെറ്റാണ്. നമ്മുടെ അനുഭവങ്ങൾ, അറിവ്, ബന്ധങ്ങൾ, ലോകസാഹചര്യങ്ങൾ എന്നിവ മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും മാറും. ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ആയിരിക്കില്ല മധ്യവയസ്സിൽ നിങ്ങൾക്ക് വേണ്ടത്. ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപക്ഷെ 5 വർഷം കഴിയുമ്പോൾ അത്ര പ്രധാനമല്ലാതായി മാറിയേക്കാം. ഇത് നമ്മുടെ സാമ്പത്തിക പ്ലാനിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? നമ്മളൊരു വളരെ കർശനമായ ദീർഘകാല പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ ഈ മാറ്റങ്ങളെ പലപ്പോഴും കണക്കിലെടുക്കാറില്ല. ഉദാഹരണത്തിന് 40-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാൻ വേണ്ടി അടുത്ത 20 വർഷത്തേക്ക് വരുമാനത്തിന്റെ 70% മിച്ചം വയ്ക്കാൻ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നുവെന്ന് കരുതുക. അത് മികച്ച ലക്ഷ്യമാണ്. പക്ഷേ 10 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ മുൻഗണനകൾ മാറിയേക്കാം. നിങ്ങൾക്ക് ലോകം ചുറ്റാൻ ആഗ്രഹം തോന്നാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ താൽപ്പര്യമുണ്ടായേക്കാം. അന്നത്തെ നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങൾ തയ്യാറാക്കിയ ആ കർശനമായ പ്ലാൻ ഒരു ഭാരമായി തോന്നിയേക്കാം. മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത വിധം പ്ലാനുകൾ തയ്യാറാക്കുന്നത് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന കെണിയിൽ നമ്മളെ വീഴ്ത്താം. അതായത് ഇത്രയും കാലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും അത് തുടർന്നേ മതിയാകൂ എന്ന ചിന്ത. ദീർഘകാല ലക്ഷ്യങ്ങൾ വേണം, എന്നാൽ അവ ഒരു പാറയിൽ കുത്തിവെച്ചതാകരുത്.
നിങ്ങളുടെ പ്ലാനുകളിൽ ഫ്ലെക്സിബിലിറ്റി വേണം, അഥവാ അയവ് വേണം. കാലത്തിനനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും മാറാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനേക്കാൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നതിനും ആവശ്യമെങ്കിൽ വഴിമാറി സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും പ്രാധാന്യം നൽകുക. ചാപ്റ്റർ 15 നത്തിങ്സ് ഫ്രീ. ഒന്നും സൗജന്യമല്ല. നമ്മൾ പ്ലാനുകളിൽ തെറ്റുപറ്റാനുള്ള സാധ്യതയെക്കുറിച്ചും നമ്മൾ മാറുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ഇനി സാമ്പത്തിക ലോകത്ത് വിജയം നേടുന്നതിന് നമ്മൾ നൽകേണ്ടി വരുന്ന വിലയെക്കുറിച്ചാണ് മോർഗൻ ഹൗസൽ പറയുന്നത്. നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിനൊരു വിലയുണ്ട്. എന്നാൽ സാമ്പത്തിക ലോകത്ത്, പ്രത്യേകിച്ച് നിക്ഷേപ ലോകത്ത്, പല വിലകളും അദൃശ്യമാണ്. അവ ലേബലിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. മോർഗൻ ഹൗസൽ പറയുന്നു, എല്ലാത്തിനും ഒരു വിലയുണ്ട്. വിജയകരമായ നിക്ഷേപത്തിനും അതിൻ്റേതായ വിലയുണ്ട്. എവ്രിതിങ് ഹാസ് എ പ്രൈസ്. എന്താണ് ദീർഘകാല നിക്ഷേപ വിജയത്തിന്റെ വില? അത് കേവലം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണമല്ല, മറിച്ച് ആ നിക്ഷേപവുമായി മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അനിശ്ചിതത്വം, ഭയം, സംശയം, വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ, ചിലപ്പോൾ വരുന്ന നഷ്ടങ്ങൾ, മറ്റുള്ളവർ നേട്ടം കൊയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതിലെ വിഷമം, ഇതെല്ലാമാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ വില. ഈ വിലയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. വിപണി താഴേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം നഷ്ടത്തിലാകുമ്പോൾ, അതിനെ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള പിഴ അഥവാ ഫൈനായി കാണരുത്. മറിച്ച് ദീർഘകാലത്തിൽ നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കളിയിൽ തുടരുന്നതിന് നിങ്ങൾ നൽകുന്ന ഫീസ് ആയി മാത്രം അതിനെ കാണുക. ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ റോളർ കോസ്റ്റർ റൈഡ് പോലെയാണിത്. ആവേശവും സന്തോഷവും വേണമെങ്കിൽ അതിന്റെ കയറ്റിറക്കങ്ങളും പേടിയും നിങ്ങൾ സഹിക്കണം. ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് കാത്തിരിക്കണം. അതുപോലെ നിക്ഷേപത്തിൽ നിന്ന് നല്ല വരുമാനം വേണമെങ്കിൽ അതിന്റെ ചാഞ്ചാട്ടങ്ങളും അനിശ്ചിതത്വവും നിങ്ങൾ വിലയായി നൽകാൻ തയ്യാറാകണം. ഈ വില നൽകാൻ തയ്യാറാകാതെ വിപണി താഴോട്ട് പോകുമ്പോൾ പേടിച്ച് നിക്ഷേപം പിൻവലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നവർ. അവർ ഫീസ് നൽകാൻ മടിച്ച് പിഴ വാങ്ങി യാത്ര അവസാനിപ്പിക്കുന്നു. എന്നാൽ ഈ ചാഞ്ചാട്ടങ്ങളെ ദീർഘകാല നിക്ഷേപത്തിന്റെ ഭാഗമായ ഫീസായി കണ്ടുകൊണ്ട് ക്ഷമയോടെ തുടരുന്നവരാണ് അവസാനം നേട്ടമുണ്ടാക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സാമ്പത്തിക പാതയ്ക്കും അതിൻ്റേതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. ഓഹരി നിക്ഷേപത്തിന് ചാഞ്ചാട്ടമാണ് വിലയെങ്കിൽ, ബാങ്കിൽ പണം വെറുതെ ഇട്ടാൽ പണപ്പെരുപ്പം മൂലം അതിന്റെ മൂല്യം കുറയുന്നതാണ് വില. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന, നിങ്ങൾ കാണാൻ തയ്യാറുള്ള വില ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശ്രമം, നിങ്ങളുടെ തന്ത്രം രൂപീകരിക്കുക. നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിക്കാതെ അതിന്റെ വില നൽകാനും മാനസികമായി തയ്യാറെടുക്കുക. ചാപ്റ്റർ 16 യു ആൻഡ് മീ. ഞാനും നിങ്ങളും വ്യത്യസ്ത കളിക്കാർ. സാമ്പത്തിക ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് മറ്റുള്ളവരുടെ സാമ്പത്തിക തീരുമാനങ്ങളെ അന്ധമായി അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ്. മോർഗൻ ഹൗസൽ പറയുന്നു, ഓരോരുത്തരും കളിക്കുന്നത് വ്യത്യസ്ത കളികളാണ്. നിങ്ങൾ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ ഒരു T20 കളിക്കാരന്റെ ശൈലി അനുകരിക്കുന്നത് ശരിയാകുമോ? ഇല്ല. അതുപോലെയാണ് സാമ്പത്തിക കാര്യങ്ങളും. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നിങ്ങളുടെ സമയപരിധി വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന റിസ്ക് വ്യത്യസ്തമായിരിക്കാം. നിങ്ങളുടെ വരുമാനം, സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കാം. ഒരാൾ ഒരു പ്രത്യേക ഓഹരി വാങ്ങുന്നത് ഒരുപക്ഷെ അടുത്ത ആഴ്ച വിൽക്കാൻ വേണ്ടിയായിരിക്കാം. മറ്റൊരാൾ അതേ ഓഹരി വാങ്ങുന്നത് അടുത്ത 20 വർഷത്തേക്ക് കൈവശം വയ്ക്കാനായിരിക്കാം. ഈ രണ്ടുപേരുടെയും കളി ഒന്നല്ല. അതുകൊണ്ട് ഡേ ടെൻഡർ ഓഹരി വാങ്ങുന്നത് കണ്ട് ദീർഘകാല നിക്ഷേപകനായ നിങ്ങൾ ചാടി വീണ് വാങ്ങുന്നത് അബദ്ധമായേക്കാം. വിപണിയിൽ ഒരു ആവേശം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിക്ഷേപത്തിന് പിന്നാലെ എല്ലാവരും ഓടുന്നത് കാണുമ്പോൾ ഓർക്കുക, അവർ കളിക്കുന്ന കളി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരുപക്ഷെ ആ കളി നിങ്ങൾക്ക് ചേർന്നതായിരിക്കില്ല. നിങ്ങളുടെ സ്വന്തം കളി എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സമയപരിധി, റിസ്ക് എടുക്കാനുള്ള ശേഷി എന്നിവ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം, പക്ഷെ അവരെ അന്ധമായി അനുകരിക്കരുത്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ചാപ്റ്റർ 17 ദ സെഡക്ഷൻ ഓഫ് പെസിമിസം. നിരാശാവാദത്തിന്റെ പ്രലോഭനം. പത്രങ്ങൾ വായിച്ചാലും TV ചർച്ചകൾ കണ്ടാലും സോഷ്യൽ മീഡിയ നോക്കിയാലും നമുക്ക് ചുറ്റും ഒരുപാട് മോശം വാർത്തകളും ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളും കാണാം. എന്തുകൊണ്ടാണിങ്ങനെ? മോർഗൻ ഹൗസൽ പറയുന്നു, നിരാശാവാദത്തിന് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തേക്കാൾ കൂടുതൽ ബുദ്ധിപരവും യാഥാർത്ഥ്യബോധമുള്ളതുമായി പലപ്പോഴും നിരാശാവാദം നമുക്ക് തോന്നാം. എന്തുകൊണ്ടാണ് ഈ പ്രലോഭനം? മോശം കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു. അതായത് യുദ്ധം, രോഗം, വിപണി തകർച്ച എന്നിവ. എന്നാൽ പുരോഗതി വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മോശം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുന്നു. എല്ലാം തകരുമെന്ന് പറയുന്നത് എല്ലാം ശരിയാകും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതായി
മറ്റുള്ളവർക്ക് തോന്നാനിടയാക്കും. അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ബുദ്ധിലക്ഷണമായി കാണുക. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത നമ്മുടെ തലച്ചോറിന് ലാഭം കിട്ടാനുള്ള സാധ്യതയേക്കാൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ദീർഘകാലയളവിൽ മനുഷ്യരാശിയും സമ്പദ്വ്യവസ്ഥയും വിപണികളും വളരുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധികളും തകർച്ചകളും ഉണ്ടായിട്ടും മുന്നോട്ടുള്ള പ്രയാണമാണ് നടന്നിട്ടുള്ളത്. ഇതിനർത്ഥം ശുഭാപ്തി വിശ്വാസമാണ് ദീർഘകാലത്തിൽ ശരിയായ നിലപാട് എന്നതാണ്. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞതാണെന്നോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്നോ അർത്ഥമില്ല. മറിച്ച് പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസമാണ്. നിക്ഷേപ ലോകത്ത് ഈ ശുഭാപ്തി വിശ്വാസം വളരെ പ്രധാനമാണ്. പാഠം: നിരാശാവാദപരമായ വാർത്തകളും പ്രവചനങ്ങളും കേൾക്കുമ്പോൾ അതിന്റെ പ്രലോഭനത്തെ തിരിച്ചറിയുക. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുക. പക്ഷേ ദീർഘകാലയളവിൽ ഒരു ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക. പ്രതിസന്ധികൾ സാധാരണമാണെന്നും എന്നാൽ അവയെ അതിജീവിക്കാനുള്ള കഴിവ് മനുഷ്യനും വിപണിക്കും ഉണ്ടെന്നും ഓർക്കുക. ചാപ്റ്റർ 18 വെൻ യു വിൽ ബിലീവ് എനിത്തിങ്. നിങ്ങളുടെ മുന്നിൽ വ്യക്തമായ കണക്കുകളും തെളിവുകളുമുണ്ട്. എന്നാൽ മറുവശത്ത് നിങ്ങളെ ആകർഷിക്കുന്ന, നിങ്ങളുടെ വികാരങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു കഥയുമുണ്ട്. ഇതിലേതാണ് നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുക? മോർഗൻ ഹൗസൽ പറയുന്നു, പലപ്പോഴും കണക്കുകളേക്കാൾ നമ്മെ സ്വാധീനിക്കുന്നത് കഥകളാണ് എന്ന്. പ്രത്യേകിച്ച് അനിശ്ചിതത്വം നിറഞ്ഞ, നമുക്കുത്തരം കിട്ടാത്ത സാഹചര്യങ്ങളിൽ. നമുക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷ നൽകാനും അല്ലെങ്കിൽ നമ്മുടെ ഭയങ്ങൾക്ക് ഒരു കാരണം കണ്ടെത്താനും സഹായിക്കുന്ന കഥകളിൽ നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കഥകൾക്ക് കൃത്യമായ തെളിവുകളില്ലെങ്കിൽ പോലും ഒരു പ്രത്യേക ഓഹരി എന്തുകൊണ്ട് ഉയർന്നു പോകുന്നു എന്നതിന് നല്ലൊരു കഥ കേട്ടാൽ അതിന്റെ യഥാർത്ഥ സാമ്പത്തിക കാരണങ്ങൾ പരിശോധിക്കാതെ നമ്മൾ നിക്ഷേപം നടത്തിയേക്കാം. സങ്കീർണമായ ലോകകാര്യങ്ങൾക്ക് ലളിതമായ വിശദീകരണങ്ങൾ നൽകുന്ന ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ചിലരെങ്കിലും വിശ്വസിച്ചു പോകും. എന്തുകൊണ്ടാണ് കഥകൾക്ക് ഈ ശക്തി? കാരണം അവ നമ്മുടെ വൈകാരിക തലത്തെ സ്പർശിക്കുന്നു. അവ നമുക്ക് പ്രതീക്ഷയോ സമാധാനമോ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ കാട്ടിത്തന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്താനോ സഹായിക്കുന്നു. കണക്കുകൾക്കത് ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല. കഥകളുടെ ഈ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നിങ്ങളുടെ വൈകാരികമായി ആകർഷിക്കുന്ന ഈ സാമ്പത്തിക കഥ കേൾക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന്. കണക്കുകൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ തീരുമാനങ്ങൾ കഥകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാകാതെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള വിശകലനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പുസ്തകത്തിൽ ഇത്രയധികം തത്വങ്ങൾ പറഞ്ഞ മോർഗൻ ഹൗസൽ തന്റെ സ്വന്തം ജീവിതത്തിൽ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൺഫെഷൻസ് എന്ന അധ്യായം. ചാപ്റ്റർ 19 കൺഫെഷൻസ്. ഗ്രന്ഥകർത്താവിന്റെ കുമ്പസാരം. ഈ പുസ്തകത്തിൽ ഇത്രയധികം തത്വങ്ങൾ പറഞ്ഞ മോർഗൻ ഹൗസൽ തന്റെ സ്വന്തം ജീവിതത്തിൽ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൺഫെഷൻസ് എന്ന അധ്യായം. ഇത് വളരെ പ്രധാനമാണ്, കാരണം ഇത് പുസ്തകത്തിലെ ആശയങ്ങൾ എത്ര പ്രായോഗികമാണ് എന്ന് കാണിച്ചു തരുന്നു. മോർഗൻ ഹൗസലിന്റെ സമീപനത്തിലെ ചില പ്രധാന കാര്യങ്ങൾ. സ്വാതന്ത്ര്യമാണ് മുഖ്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ലക്ഷ്യം പണം കൊണ്ട് വസ്തുക്കൾ വാങ്ങിക്കുക എന്നതല്ല, മറിച്ച് തന്റെ സമയത്തിന്മേലുള്ള പൂർണ്ണ നിയന്ത്രണം നേടുക അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണ്. ഉയർന്ന സമ്പാദ്യശീലം. വരുമാനം എത്രയായാലും വിപണി എങ്ങനെ പ്രതികരിച്ചാലും അദ്ദേഹം തന്റെ വരുമാനത്തിന്റെ ഉയർന്ന ഒരു ശതമാനം എപ്പോഴും മിച്ചം വയ്ക്കുന്നു. ലാളിത്യം. സങ്കീർണമായ നിക്ഷേപ തന്ത്രങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം പോകുന്നില്ല. പ്രധാനമായും കുറഞ്ഞ ചെലവിലുള്ള ഇൻഡെക്സ് ഫണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. വിപണിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ദീർഘകാല കാഴ്ചപ്പാട്. പതിറ്റാണ്ടുകൾ നീളുന്ന കാഴ്ചപ്പാടോടെയാണ് നിക്ഷേപം നടത്തുന്നത്. ഹ്രസ്വകാല വാർത്തകളോ പ്രവചനങ്ങളോ അദ്ദേഹത്തെ സ്വാധീനിക്കാറില്ല. റൂം ഫോർ എറർ. അദ്ദേഹത്തിന്റെ ആസ്തിയുടെ നല്ലൊരു ശതമാനം പണമായി സൂക്ഷിക്കുന്നു. അത് അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാനും വിപണി തകർച്ചയിൽ അവസരം മുതലെടുക്കാനും അദ്ദേഹത്തിന് റൂം ഫോർ എറർ നൽകുന്നു. റീസണബിൾ ഗ്രേറ്റർ ദാൻ റാഷണൽ. അദ്ദേഹം തന്റെ വീട് വാങ്ങിയത് ലോൺ എടുക്കാതെ കയ്യിലുള്ള പണം ഉപയോഗിച്ചാണ്. ഗണിതശാസ്ത്രപരമായി നോക്കിയാൽ ഒരുപക്ഷെ ലോൺ എടുത്ത പണം നിക്ഷേപിക്കുന്നതായിരുന്നു ലാഭം. പക്ഷേ കടമില്ലാത്ത വീട് നൽകുന്ന മനസ്സമാധാനത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി. അതൊരു റീസണബിൾ തീരുമാനമായിരുന്നു. പാഠം: സാമ്പത്തിക വിജയം നേടാൻ നിങ്ങൾക്ക് ഒരു പ്രതിഭയാകണമെന്നില്ല. സങ്കീർണമായ വഴികൾ തേടിപ്പോകണമെന്നില്ല. അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുക, സ്ഥിരത പുലർത്തുക, നിങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുക. എഴുത്തുകാരനായ മോർഗൻ ഹൗസലിന്റെ ജീവിതം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തം. സുഹൃത്തുക്കളെ, സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 19-ാം അധ്യായത്തിൽ മോർഗൻ ഹൗസൽ ഈ ആശയങ്ങളെല്ലാം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ പുസ്തകം നമ്മെ പഠിപ്പിച്ച, നമ്മുടെ ഈ സീരീസിലൂടെ നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം.
പെരുമാറ്റമാണ് പ്രധാനം. നിങ്ങളുടെ ബുദ്ധിയേക്കാൾ നിങ്ങൾ പണത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക വിജയത്തെ നിർണ്ണയിക്കുന്നത്. വിനയം വേണം. ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ അറിവിന് പരിമിതികളുണ്ട്. നമ്മളും ലോകവും മാറിക്കൊണ്ടിരിക്കും. ഈ യാഥാർത്ഥ്യങ്ങളെ വിനയത്തോടെ അംഗീകരിക്കുക. ദീർഘകാലം ചിന്തിക്കുക. കൂട്ടുപലിശയുടെ ശക്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ക്ഷമയോടെ, സ്ഥിരതയോടെ ദീർഘകാലം നിക്ഷേപം തുടരുക. മതിയെന്ന് നിർവചിക്കുക. അത്യാഗ്രഹത്തിന്റെ കെണിയിൽ വീഴാതെ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്ന ജീവിതത്തിന് എന്ത് വേണമെന്ന് സ്വയം നിർവചിച്ച് അതിൽ തൃപ്തരാകാൻ പഠിക്കുക. സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കുക. പണം കൊണ്ട് സമയത്തിന്മേലുള്ള നിയന്ത്രണം നേടാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ ആഡംബരം. സ്ഥിരമായി സമ്പാദിക്കുക. ഒരു ലക്ഷ്യവുമില്ലെങ്കിലും വരുമാനത്തിന്റെ ഒരു ഭാഗം മിച്ചം വയ്ക്കുന്നത് ശീലമാക്കുക. റീസണബിൾ ആകുക. കണക്കുകൾക്കൊപ്പം നിങ്ങളുടെ മനസ്സമാധാനത്തിനും പ്രാധാന്യം നൽകി പ്രായോഗിക തീരുമാനമെടുക്കുക. തെറ്റുകൾക്കിടം നൽകുക. പ്ലാനുകൾ എപ്പോഴും ശരിയാകണമെന്നില്ല. അപ്രതീക്ഷിതമായതിനെ നേരിടാൻ കരുതൽ നൽകുക. കാണാത്തതാണ് സമ്പത്ത്, പുറമേ കാണിക്കുന്നതല്ല. നിങ്ങൾ ചെലവാക്കാതെ സൂക്ഷിക്കുന്നതിലാണ് യഥാർത്ഥ സാമ്പത്തിക ഭദ്രത. നിങ്ങളുടെ കളി കളിക്കുക. മറ്റുള്ളവരെ അനുകരിക്കാതെ നിങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ചുരുക്കത്തിൽ, പണം കൈകാര്യം ചെയ്യുന്നത് ഗണിതശാസ്ത്രപരമായ ഒരു വൈദഗ്ധ്യമല്ല. അതൊരു മനഃശാസ്ത്രപരമായ കഴിവാണ്. നമ്മുടെ ഭയം, ആഗ്രഹം, അഹങ്കാരം, ശുഭാപ്തി വിശ്വാസം, നിരാശാവാദം, മുൻവിധികൾ ഇവയെല്ലാം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ഈ വികാരങ്ങളെയും ചിന്താഗതികളെയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. ഈ പുസ്തകത്തിലെ ആശയങ്ങളെല്ലാം ഒറ്റയടിക്ക് നടപ്പാക്കാൻ ശ്രമിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന 1-2 കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങുക. ഈ സീരീസിലെ 2 വീഡിയോകളും കാണാത്തവർ കാണുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച ആശയം എന്താണ്? കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവ് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക. വെൽത്ത് അക്കാദമി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സൈക്കോളജി ഓഫ് മണിയുടെ അത്ഭുത ലോകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.